അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, മഹാന്മാർ നമ്മുടെ ജീവിതത്തിലെ ഖുർആന്റെ ബന്ധവുമായി ബന്ധപ്പെടുത്തി നമ്മെ ഉപദേശിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാന്മാർ പറയുന്നു, മൻ അമില ബിൽ ഖുർആനി ഫകഅന്നഹു യഖറഉഹു ദായിമൻ വഇല്ലം യഖറഉഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന് നമ്മളിലേക്ക് എന്തിനാണോ ഇറക്കിയത് അതുപോലെ അമലി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മാതൃക, അവൻ്റെ ജീവിതത്തിൻ്റെ റോൾ മോഡല്, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അത് ഖുർആൻ പോലെ ആയിരിക്കണം, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ആയിരിക്കണം. അതുകൊണ്ടല്ലേ നാം ഖബറാനികൾക്ക് തൽക്കീന് ചൊല്ലിക്കൊടുക്കും. നാം പറയുന്നത് വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാമ്, ഞാൻ ഫോളോ ചെയ്തത്, ഞാൻ പിൻപറ്റിയത് ഖുർആനെയാണ്. അപ്പോൾ മുഅ്മിൻ പിൻപറ്റേണ്ടത് ഖുർആനെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുകയാണെങ്കിൽ ഫകഅന്നഹു യഖറഉഹു, അവൻ ഖുർആൻ ഓതിയതുപോലെയാണ്. ഇല്ലം യഖറഉഹു, അവൻ ഖുർആൻ ഓതുന്ന വലിയ പതിവൊന്നുമില്ല, കുറച്ചൊക്കെയാണ് അവൻ ഖുർആൻ ഓതുക. പക്ഷേ ഖുർആൻ എന്താണോ പഠിപ്പിച്ചത് അതിനെ കേട്ട് മനസ്സിലാക്കി അതുപോലെ ജീവിക്കുന്ന ഒരു മുഅ്മിൻ അവരെന്നും ഖുർആൻ ഓതിയത് പോലെയാണെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, വമല്ലം യഅമൽ ബിൽ ഖുർആനി ഫകഅന്നഹു ലം യഖറഅഹു വഇൻ ഖറഅഹു ദായിമാ. സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ചില മനുഷ്യന്മാരുണ്ട്, അവർ ഒന്നിറ്റം ഖുർആൻ ഓതുന്നവരാണ്, ധാരാളം ഖുർആൻ ഓതുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഖുർആനും അവർക്ക് ഒരു ബന്ധവുമില്ല. ധാരാളം ഖുർആനുണ്ട്, ധാരാളം ഖത്മ് തീർക്കുന്നുണ്ട്. റമദാനിലൊക്കെ എത്രമാത്രം ഖത്മുകളാണ്, ധാരാളം ഓതുന്നുണ്ട്. പക്ഷേ ഖുർആൻ പഠിപ്പിച്ച ഒരു ആശയം പോലും അവൻ്റെ ഖൽബിലില്ല, അവൻ്റെ ജീവിതത്തിലില്ല. അത്തരക്കാർ അവൻ പിന്നെ ഖുർആൻ ഓതിയിട്ട് എന്ത് കാര്യമാണെന്നാണ് മഹാന്മാർ നമ്മെ ചോദിക്കുന്നത്. അതിനേക്കാൾ ഖൈർ നേരത്തെ പറഞ്ഞവൻ, അതെ, അവൻ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഖുർആനുണ്ട്. ഖുർആൻ എന്തിനാണ് അല്ലാഹു ഇറക്കിയത്? ഒരു മൂമിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താനാണ്. അപ്പോൾ ആ മൂമിൻ അവൻ്റെ ജീവിതം മൊത്തം ഖുർആൻ പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അവൻ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും ഖുർആൻ ഓതിയതുപോലെയാണ്. അതേ, ഈ മനുഷ്യനാണെങ്കിലോ ധാരാളം ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഖുർആൻ എന്തെന്ന് ഒരു പരിചയവുമില്ല. അതേ, അവൻ്റെ സംസാരത്തിൽ ഖുർആനില്ല, അവൻ്റെ ജീവിതത്തിൽ ഖുർആനില്ല, അവൻ്റെ നോട്ടത്തിൽ ഖുർആനില്ല, അവൻ്റെ ജീവിത ശുദ്ധിയിൽ ഖുർആനില്ല. അവൻ തോന്നിയതുപോലെ ഖുർആൻ ഒരു വഴിക്കാണ്, അവൻ മറ്റൊരു വഴിക്കാണ്. ആ നിലക്കാണെങ്കിൽ പിറവൻ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ആരാണെന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. പലപ്പോഴും നാം ഖുർആൻ ഓതുന്നവരായിരിക്കാം, പലപ്പോഴും നാം ധാരാളം ഖത്മുകൾ തീർക്കുന്നവരായിരിക്കാം. നാം നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ സംസാരം ഖുർആൻ പഠിപ്പിച്ചതുപോലെയാണോ? എൻ്റെ നോട്ടം ഖുർആൻ പഠിപ്പിച്ചതുപോലെയാണോ? എൻ്റെ ഖൽബിയായ ചിന്തകൾ അത് ഖുർആൻ പഠിപ്പിച്ചതുപോലെയാണ്? മുഅ്മിനീങ്ങളോട്, ഭാര്യഭർത്താക്കന്മാരുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, മറ്റുള്ള ജനങ്ങളോടുള്ള ബന്ധം, മുഅ്മിനീങ്ങളോടുള്ള ബന്ധം, അതൊക്കെ ഖുർആൻ പഠിപ്പിച്ചതുപോലെയാണോ എന്നുള്ള ബോധം, എന്നുള്ളൊരു ചോദ്യം നാം നമ്മളോട് തന്നെ ചോദിക്കണം. പലപ്പോഴും അതിന് ഉത്തരം ഇല്ല എന്നായിരിക്കാം. കാരണം അത്രമാത്രം മോശപ്പെട്ടു പോയി നമ്മുടെ ജീവിതം, നമ്മുടെ നോട്ടം, നമ്മുടെ ഖൽബിയായ ചിന്ത. അതേ, ഒരിക്കലും അങ്ങനെ ആങ്ങിപ്പോകരുത്. പിന്നെന്തിനാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്? ഇത്രമാത്രം ഖത്മുകൾ തീർത്ത്, ഇത്രമാത്രം ഖുർആനുകൾ ഓതി ആ ജീവിതം നമ്മുടെ ഖൽബിലുണ്ടാകണ്ടേ? ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? അതല്ലേ ഖുർആൻ ഓതുകൊണ്ടുള്ള പ്രതിഫലം. എന്നാലല്ലേ ഖുർആൻ ഓതിയാൽ നാളെ ഖബറിലെത്തിയാൽ പ്രതിഫലം കിട്ടുകയുള്ളൂ, ആഖിറത്തിലെത്തിയാൽ പ്രതിഫലം കിട്ടുകയുള്ളൂ, മരണസമയത്ത് ഈ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും പോലും നമുക്ക് ഖുർആൻ ഉപകാരത്തിന് കിട്ടുകയില്ല എന്നാണ് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ആയത്തുകൾ ചിന്തിച്ച് മനസ്സിലാക്കി അതെന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കലാണ് യഥാർത്ഥത്തിൽ
ഒരു മുഅ്മിനിൻ്റെ ബാധ്യത എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്? അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന സംസാരമാണല്ലോ ഖുർആൻ. അതുകൊണ്ട് ഒരു മോമിനെന്നും താല്പര്യമുണ്ടാകണം. അള്ളാഹു എന്നോട് എന്താണ് കൽപ്പിക്കുന്നത്, അള്ളാഹു എന്നോട് എന്താണ് പറഞ്ഞു തന്നത്, അതെനിക്ക് മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഖേദകരമായ ഒരു വിഷയമാണ്. അപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിനെ അറിയാനുള്ള, അതിനെ പഠിക്കാനുള്ള ആ താല്പര്യം നമുക്കുണ്ടാകണം. അത് പഠിച്ച് മനസ്സിലാക്കി ചെറിയ നിലയ്ക്ക് ഇങ്ങനെ പഠിക്കലോടുകൂടെ ധാരാളം ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ വേണ്ടതുപോലെ മനസ്സിലാക്കി ഓതി അതിനെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അവൻ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.